ഹായ്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് നിൽക്കാൻ പോണ സ്ഥലം. ഇതെവിടെയാണ് എന്താണെന്നൊക്കെ എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ആണെന്ന് ഈ വീഡിയോൻ്റെ അവസാനം മനസ്സിലാവും. അതുകൂടാതെ ഒരു ചെറിയ സർപ്രൈസും കൂടി അവസാനം ഉണ്ടേ, ആരും സ്കിപ്പ് ചെയ്ത് കളയരുത്. അന്നത്തെ ദിവസം ആ റിസോർട്ടിൽ ഞങ്ങളും പിന്നെ 2 പേരും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഭയങ്കര കാമായിരുന്നു. പിന്നെ അവിടുത്തെ ആർക്കിടെക്ചറോ എന്തുകൊണ്ടോ നമുക്ക് ആ പ്ലേസ് വളരെ അധികം ഇഷ്ടമായിരുന്നു. റിസോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ ഒരു ചെറിയ ലോകം അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ചെടികളായാലും അല്ലെങ്കിൽ ആ ബിൽഡിംഗ് ആയാലും പിന്നെ ചെറിയ ചെറിയ സ്റ്റോറീസാണ് ഓരോ ഓരോ പിക്ചേഴ്സിലൊക്കെ ഉള്ളത്. സോ നമുക്കത് കണ്ടുകൊണ്ട് നടക്കാമെന്ന് തന്നെ ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അറ്റ് ദ എൻഡ് ഇതിൻ്റെ ബാക്കിൽ ഓപ്പൺ ചെയ്തേക്കുന്ന ഏരിയ എന്ന് പറയുന്ന ഒരു വലിയൊരു വ്യൂ ആണ്. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യില്ല. ഈ റിസോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അങ്ങനെ ഒരു വ്യൂ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ ഇതിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആയാലും ലൈറ്റ്സ് ആയാലും ഒരു പ്രത്യേക ഭംഗിയാണ്. ഞാനിതുവരെ കണ്ടിട്ടില്ലാത്ത കാരണം കൊണ്ട് ഓരോ പോയിൻ്റ് ഓരോ പ്ലേസും എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നടന്ന് ക്ഷീണിച്ച സ്ഥിതിക്ക് ഒരു ടീ ആവാം. ഇതാണ് അവിടുത്തെ സ്പെഷ്യൽ മിൻറ്റ് ടീ. പിന്നെ കുറച്ച് ഫുഡ് കൂടി ഞാനിതിൽ ആഡ് ചെയ്യാം. നല്ല ഹെൽത്തി ഫുഡായിരുന്നു. കൂടുതൽ ഫ്രൂട്ട്സും വെജീസും ഒക്കെ ആഡ് ചെയ്തിട്ട്. പിന്നെ അവിടുത്തെ സ്പെഷ്യൽ ഫുഡാണ് താഞ്ചിയ. എനിക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നൊന്നും അറിയില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല, സ്പൈസി അല്ലാത്തത് കൊണ്ടും. ഞാനും അമ്പാടി അത്യാവശ്യം ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളായ കാരണം ഒരു എക്സ്പീരിയൻസ് ആണ്, അത്രേ ഉള്ളൂ. സത്യത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല ഫുഡിൽ. പിന്നെ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം അല്ല. മോർണിംഗ് എഗ്ഗ് ഉണ്ടായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ കുറച്ച് ഫുഡ് മാത്രം ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. ഓരോ സ്ഥലത്തും ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമോ ഇന്ന് നല്ലതായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് സത്യം പറഞ്ഞ് കഴിക്കാൻ പോവുക. പിന്നെ എല്ലായിടത്തും ഓറഞ്ച് ജ്യൂസ് ഉണ്ട് കേട്ടോ. അവിടെ ഫ്രൂട്ട്സൊക്കെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് കിട്ടും. ഇത് കണ്ടോ ഒരു ഫുഡ് പ്രസൻറ്റേഷനൊക്കെ വാവായിട്ടുണ്ടല്ലേ, പക്ഷേ കഴിക്കാൻ കൊള്ളില്ലായിരുന്നു. തുറന്ന് നോക്കുമ്പോൾ കാണാം ഒരു ചിക്കൻ പീസ് മാത്രം. എക്സ്പെൻസീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പിന്നെ എല്ലാ ദിവസവും ഈ താഞ്ചിയ എല്ലാ മെനുവിലും അത് തന്നെ ഉള്ളൂ. എല്ലായിടത്തും മെനുവിൽ ഇത് തന്നെ, താഞ്ചിയ. ഒലീവ്സൊക്കെ ഭയങ്കരമായിട്ട് കിട്ടും കേട്ടോ അവിടെ ഒരുപാട്. റോട്ടിൽ വരെ നിറച്ച് ഫ്രൂട്ട്സാണ് വെച്ചേക്കുന്നത്. ഓറഞ്ച്, പൊമഗ്രാനൈറ്റ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് അവിടെ. ഒലീവ്സ് ആണ് മെയിനായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ ഏതാ പ്ലേസ് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ സൺറൈസ് കാണാനാണ് പോണത്. ഇതാണ് സഹാറ ഡെസേർട്ട്. നമുക്ക് വേണ്ടി മാത്രം, ഞാനും അമ്പാടിയും പിന്നെ നമ്മളെ കൊണ്ടുപോകുന്ന ചേട്ടനും മാത്രമേ ആ സമയത്ത് ആ ഡെസേർട്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൺറൈസ് കാണാൻ അവിടെ വരെ പോകണമെന്ന് ചോദിച്ചാൽ വേണ്ട, പക്ഷേ നമുക്ക് വേണ്ടി മാത്രം ഇത്രയും വലിയ കണ്ണെത്താ ദൂരത്തോളം ഡെസേർട്ട് ഇങ്ങനെയൊക്കെ എടുക്കുക, എന്നിട്ട് അവിടെ ആ സൂര്യൻ ഉദിക്കണം കാണുക. പണ്ട് പിക്ചറിൽ വരയ്ക്കുന്ന പോലെ മലകൾക്കിടയിലുള്ള ഒരു സൂര്യൻ. എനിക്ക് എത്ര പറഞ്ഞറിയിക്കാന്ന് സന്തോഷം പറഞ്ഞറിയിക്കാനേ പറ്റണില്ല, എനിക്കിപ്പോൾ പറയാനും പറ്റണില്ല. ആ സമയത്ത് ഞങ്ങളുടെ എക്സ്പീരിയൻസ്, ഒരു ഹാപ്പിനെസ്, ഇത് അത്ര മാത്രമായിരുന്നു. എൻ്റെ ലൈഫിലൊരു വളരെ വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇത്. പിന്നെ നമ്മുടെ പാർട്ട്ണറിൻ്റെ കൂടെ ആവുമ്പോൾ ഇത്രയും ബ്യൂട്ടിഫുൾ വ്യൂ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സന്തോഷം അതങ്ങനെ ലൈഫ് ലോങ് നിലനിൽക്കും, ആ മെമ്മറീസ്. സോ ഹാപ്പി. താങ്ക് യു.